വമ്പ് പറഞ്ഞു. ഇപ്പോൾ ചർച്ചയ്ക്കായി യാചിക്കുന്നു. ട്രംപിന്റെ തൊലിയുരിച്ച പ്രസ്താവനയുമായി ഇറാൻ വിദേശകാര്യമന്ത്രി. യുദ്ധക്കളത്തിലും ചർച്ചയിലും ഇറാന്റെ മുൻതൂക്കം. തോറ്റു തൊപ്പിയിട്ട് അമേരിക്കയും കൂട്ടരുമെന്ന ആക്ഷേപം. ഒമാനശേഷവും തോൽവി സംബന്ധിച്ച് വൻ ശക്തികൾ. ഹോർമൂസ് കടലിടുക്കിന് നിയന്ത്രണം വിട്ടു നൽകില്ലെന്ന് ഉറപ്പിച്ച് അബ്ബാസ് അറാഗ്ചി. തങ്ങൾക്കെതിരെ വമ്പ് പറഞ്ഞ് യുദ്ധത്തിനൊരുങ്ങിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും അമേരിക്കൻ സഖ്യശക്തികൾക്കും നയതന്ത്ര തലത്തിലും സൈനിക തലത്തിലും കനത്ത ഭാഷയിൽ തിരിച്ചടി നൽകി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി. ഇറാൻ യാതൊരു നിബന്ധനകളും ഇല്ലാതെ വെള്ളക്കൊടി കാട്ടി കീഴടങ്ങണമെന്ന് തുടക്കത്തിൽ പരസ്യമായി ആക്രോശിച്ചവർ തന്നെയാണ് പിന്നീട് യുദ്ധക്കളത്തിൽ പിടിച്ചു നിൽക്കാനാകാതെ സമാധാന ചർച്ചകൾക്കായി ഇറാന്റെ മുന്നിൽ കൈകൂപ്പി യാചിക്കുന്ന കാഴ്ച ലോകം കണ്ടതെന്ന് ട്രംപിന്റെ പേരെടുത്തു പറയാതെ അറാഗ്ചി പരിഹസിച്ചു. ഇറാനോട് എത്രയും വേഗം യുദ്ധം അവസാനിപ്പിച്ച് കീഴടങ്ങലിന് സമാനമായി സമാധാനത്തിന് തയ്യാറാകണമെന്ന് ട്രംപ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പരസ്യമായി ആവശ്യപ്പെട്ടതിന് തൊട്ടു പിന്നാലെയാണ് അമേരിക്കയുടെ അഹങ്കാരത്തിന്റെ മുനയൊടിക്കുന്ന രീതിയിലുള്ള ഇറാന്റെ വമ്പൻ പ്രസ്താവന പുറത്തുവരുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയെന്ന് സ്വയം പുകഴ്ത്തുകയും പാശ്ചാത്യ രാജ്യങ്ങളുടെ മുഴുവൻ പിന്തുണയോടെയും ആയുധബലത്തോടെയും തങ്ങളെ ആക്രമിക്കാൻ വരികയും ചെയ്തവർക്ക് മുന്നിൽ ഇറാൻ നെഞ്ചുവിരിച്ച് ഉറച്ചു നിൽക്കുകയായിരുന്നുവെന്ന് അറാഗ്ചി ഓർമ്മിപ്പിച്ചു. യുദ്ധം തുടങ്ങി അധികം വൈകാതെ തന്നെ ഇറാന്റെ പ്രതിരോധ ശക്തിക്കും തിരിച്ചടികൾക്കും മുന്നിൽ പിടിച്ചു നിൽക്കാനാകാതെ ശത്രുക്കൾക്ക് ചർച്ചകൾക്കായി യാചിക്കേണ്ടി വന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യുദ്ധത്തിന്റെ തുടക്കത്തിൽ വൻ ശക്തികൾ മുന്നോട്ട് വെച്ച വെടിനിർത്തൽ നിർദ്ദേശങ്ങളെല്ലാം ഇറാൻ പുച്ഛിച്ചു തള്ളുകയായിരുന്നു. തങ്ങളുടെ പരമാധികാരവും നിബന്ധനകളും പൂർണ്ണമായും അംഗീകരിക്കാൻ എതിർപക്ഷം തയ്യാറാകുന്നതുവരെ പോരാട്ടം തുടരുക എന്ന തന്ത്രപരമായ നിലപാടാണ് ഇറാൻ സ്വീകരിച്ചത്. തങ്ങൾ യുദ്ധക്കളത്തിൽ സ്വന്തം ആയുധവീര്യം കൊണ്ട് കരുത്തോടെ പോരാടി അതേ കരുത്തോടെ തന്നെയാണ് നയതന്ത്ര മേശപ്പുറത്ത് ചർച്ചകളും നയിച്ചതെന്ന് അറാഗ്ചി അഭിമാനത്തോടെ വ്യക്തമാക്കി. അതിനിടെ അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിന്റെയും ലോക വ്യാപാരത്തിന്റെയും ജീവനാഡിയായ തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതും പശ്ചിമേഷ്യൻ മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതും സംബന്ധിച്ച് തുർക്കി വിദേശകാര്യമന്ത്രി ഹക്കൻ ഫിദായുമായി അറാഗ്ചി തിങ്കളാഴ്ച ഫോണിൽ ദീർഘനേരം ചർച്ച നടത്തി. മേഖലയിൽ വിശാലമായ ഒത്തുതീർപ്പ് ചർച്ചകൾ നടക്കുമ്പോഴും ദക്ഷിണേഷ്യയും പാശ്ചാത്യ ലോകത്തെയും ബന്ധിപ്പിക്കുന്ന ഈ തന്ത്രപരമായ ജലപാതയുടെ പൂർണ്ണ നിയന്ത്രണം തങ്ങളുടെ കൈകളിൽ തന്നെ ഭദ്രമായി നിർത്താനാണ് ഇറാന്റെ നീക്കം. കടലിടുക്കിന്മേൽ അനധികൃതമായി അവകാശവാദം ഉന്നയിക്കാനും ഭീഷണിപ്പെടുത്താനും വരുന്ന അമേരിക്കൻ നീക്കങ്ങളെ ഇറാൻ ഉദ്യോഗസ്ഥർ കർശനമായി തള്ളിക്കളയുകയും ചെയ്തു. മറുവശത്ത് അമേരിക്കൻ സഖ്യത്തെ കൂടുതൽ പ്രതിരോധത്തിലാക്കാൻ നയതന്ത്ര നീക്കങ്ങൾ അയൽരാജ്യമായ ഇറാഖിലേക്കും ശക്തമായി വ്യാപിപ്പിക്കുകയാണ് ഇറാൻ. ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബഗർ ഗലിബാഫിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല പ്രതിനിധി സംഘം ബുധനാഴ്ച ബാഗ്ദാദിലെത്തും. അതിർത്തി സുരക്ഷ, ഭീകരവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ, ഉഭയകക്ഷി സാമ്പത്തിക സഹകരണം എന്നിവയെക്കുറിച്ച് ഇരു രാജ്യങ്ങളും തമ്മിൽ നിർണായക ചർച്ചകൾ നടക്കും. ഇറാന്റെ സുരക്ഷ നിലനിർത്തേണ്ടത് ഇറാഖിന്റെ കൂടി ആവശ്യമാണെന്നും ഇറാന് നേരെ സൈനിക ആക്രമണം നടത്താൻ അമേരിക്കയ്ക്കോ മറ്റ് സഖ്യശക്തികൾക്കോ ഇറാഖിന്റെ മണ്ണ് വിട്ടു നൽകില്ലെന്നും ഇറാഖ് ഉദ്യോഗസ്ഥർ പരസ്യമായി വ്യക്തമാക്കിയത് ട്രംപിനും സൈനിക കേന്ദ്രങ്ങൾക്കും ലഭിച്ച അടുത്ത വലിയ തിരിച്ചടിയുമാണ്.